വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. അന്വേഷണം ഇടത് സൈബർ ഗ്രൂപ്പുകളിലേക്ക് എത്തിയതോടെ CPMന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. പോളിംഗിന്റെ തലേ ദിവസമാണ് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചെന്നായിരുന്നു സ്ക്രീൻഷോട്ടിന്റെ ഉള്ളടക്കം. തുടർന്ന് LDF ഇത് പ്രചാരണായുധമാക്കി. UDF വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്നായിരുന്നു ആരോപണം. എന്നാൽ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും ഇടത് പ്രൊഫൈലുകളാണ് ഇതിന് പിന്നിലെന്നും പറഞ്ഞ് UDFും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ശേഷവും വാക്പോര് നീണ്ടു. ആരോപണ വിധേയനായ കാസിം പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും പരാതി പോലീസ് ഗൗരവത്തിലെടുത്തില്ലെന്ന് കാട്ടി കാസിം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അന്വേഷണം ഇടത് പ്രൊഫൈലുകളിലേക്ക് നീണ്ടതായി വ്യക്തമായത്. കസ്റ്റഡി എടുക്കേണ്ടത് ഫോണല്ല, ഈ ഗ്രൂപ്പിലെ അഡ്മിന്മാരെയും അതിൽ പരാമർശിക്കപ്പെട്ട DYFI ബ്ലോക്ക് ബസിന്റെയും കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഇത് കുറെ കൂടി വിവരങ്ങൾ പുറത്തു വരും. അതുമാത്രമല്ല, ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചതിൽ മുൻ MLA KK ലതികയുണ്ട്, CPI നേതാക്കളുണ്ട്. ഇവരെക്കൊന്ന് തലോടി വിടുക പോലീസ് ചെയ്തിരിക്കുന്നത്. ഈ പോലീസിന്റെ നടപടി പരിഹാസ്യമാണ്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഇടത് അനുഭാവ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ലഭിക്കാതായതോടെ പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണൻ എന്നയാളുടെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോരാളി ഷാജി ഗ്രൂപ്പ് അഡ്മിൻ വഹാബിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരാണ് കുറ്റക്കാർ എന്ന് വ്യക്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നതല്ലാതെ ആ കുറ്റക്കാർക്കെതിരെ പോലീസ് തന്നെ കണ്ടെത്തിയ കുറ്റവാളികളെ എന്തു ചെയ്യുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. തങ്ങളുടെ ആളുകൾക്ക് എന്തു ചെയ്യാം, ഒരു അന്വേഷണം ഉണ്ടാവില്ല, അന്വേഷണം നടന്ന ആളെ കണ്ടുപിടിക്കില്ല, കണ്ടുപിടിച്ചാൽ തന്നെ ശിക്ഷിക്കില്ല എന്നുള്ളൊരു ധാരണ വന്നാൽ ഭരണകക്ഷിക്ക് എന്തുമാവാം. എത്ര ഗുരുതരമായ കുറ്റമാണിത്. മുൻ MLA KK ലതികയടക്കം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു. സംഭവത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.